റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കുഞ്ഞു കുട്ടികൾ, പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പോഴേ ചെറുപ്പത്തിലേ തൊട്ട് തന്നെ അവർക്ക് ലിപ്സ്റ്റിക് വേണമെന്ന് വാശി പിടിക്കുന്നവരായിരിക്കും അല്ലേ. അങ്ങനെയുള്ളവർക്ക് നമ്മൾ അമ്മമാർ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം ദോഷം ചെയ്യും. കാരണം വായലൊക്കെ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അമ്മമാർക്ക് ഇതേപോലെ വീട്ടിൽ ലിപ്സ്റ്റിക് ഉണ്ടാക്കി എടുക്കാം. എന്നിട്ട് ഇത് അവർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം ഫുൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് അവരുടെ വായയുടെ അകത്ത് പോയാലും ഒരു പ്രശ്നമില്ല. എന്നാൽ അതേസമയം ആ ഒരു റെഡ് ഷെയ്ഡ് അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിന്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു സ്റ്റീൽ പാത്രം നിങ്ങൾ എടുത്തു വെക്കുക. നമുക്ക് ഗ്യാസിന്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റീൽ പാത്രം. ആ പാത്രത്തിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കാൻ പോവാണ്. പിന്നെ ഇതിന്റെ കൂടെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ ബീട്രൂട്ട് ജ്യൂസും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ബീട്രൂട്ട് നിങ്ങൾ എടുക്കുമ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല കളറുള്ള ബീട്രൂട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം കളർ കുറഞ്ഞത് എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ ലിപ്സ്റ്റിക്കിന് അത്രയും കളർ കാണില്ല. അപ്പോൾ ഇതൊരു 1/4 ഭാഗം, ഒരു ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് മതി ഇത്രയും ജ്യൂസ് എടുക്കാനായിട്ട്. അത് 1/4 ഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ തൊലി കളയാം. എന്നിട്ട് അത് നല്ല കഴുകിയതിന് ശേഷം ഒരു ഗ്രേറ്ററിൽ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കൈവച്ച് തന്നെ നമുക്ക് പിഴിയുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് വളരെ സിമ്പിളായിട്ട് കിട്ടും. ജ്യൂസറിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് കൈവച്ച് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അതേപോലെ ജ്യൂസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഉണ്ട്. അതും കൂടെ ഈ നെയ്യുടെ കൂടെ ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പം മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കും ഇത് അധികം അങ്ങോട്ട് ഫുള്ളി രണ്ടും കൂടെ യോജിക്കുന്നില്ല. കാരണം നെയ്യ് കുറച്ചിങ്ങനെ ഒരു കുറച്ചൊരു കുറച്ച് കട്ടിയുള്ളൊരു സംഭവം ആയതുകൊണ്ട് ഈ ജ്യൂസിൻ്റെ കൂടെ കമ്പൈൻ ആകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആ നെയ്യ് കുറച്ചൊന്ന് മെൽറ്റ് ആക്കണം. നെയ്യും ബീട്രൂട്ട് ജ്യൂസും കൂടെ ഒരുമിച്ചിട്ട് മെൽറ്റ് ആക്കുന്നതാണ് ഏറ്റവും നല്ലത്. സെപ്പറേറ്റ് ചെയ്താലും അതത്ര ശരിയാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഫ്ലെയിമിൽ കൊണ്ടുപോയി വെക്കുക. അതായത് ഗ്യാസിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ വെറും 3 സെക്കൻഡ് കൂടുതൽ വെക്കാൻ പാടില്ല. 3-4 സെക്കൻഡ് അപ്പോൾ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കുക. എന്നിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്തിട്ട്, കാരണം നമ്മളുടെ ആ ഒരു പാത്രം ഉണ്ടല്ലോ, ആ പാത്രത്തിന് ചൂട് കിട്ടണം. ആ ചൂടിൽ ഈ നെയ്യൊന്ന് മെൽറ്റ് ആവണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ ചൂടിൽ തന്നെ നെയ്യ് മെൽറ്റ് ആകുകയും ഈ ജ്യൂസായിട്ട് നന്നായിട്ട് കമ്പൈൻ ആകുകയും ചെയ്യും. അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ സ്റ്റീൽ പാത്രമുള്ളത് കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ ചിലപ്പോൾ ഒരു 3 സെക്കൻഡ് എന്നുള്ളത് ഒരു 5 സെക്കൻഡോ 6 സെക്കൻഡോ കൂടുതൽ വെക്കേണ്ടി വരുമായിരിക്കും. അത് നിങ്ങൾക്കറിയാം. ആ പാത്രം ചൂടാകണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അങ്ങനെ അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാം നന്നായിട്ട് യോജിച്ച് നന്നായിട്ട് ഒറ്റ രീതിയിൽ വന്നിട്ടുണ്ട്. ഇത് മനസ്സിലാവും. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ മാക്സിമം ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം ഇതിൻ്റെ ചൂട് ഫുള്ളി ആറണം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഇട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് കമ്പൈൻ ആകും. നമ്മൾ കുറച്ച് ഇളക്കിയിട്ടുള്ളൂ എങ്കിൽ അത് അത്രയ്ക്കും കമ്പൈൻ ആകില്ല. അപ്പം നമ്മൾ ലിപ്സ്റ്റിക് എടുക്കുമ്പം ഇങ്ങനെ നെയ്യ് സെപ്പറേറ്റ് ആയിട്ടും ജ്യൂസ് സെപ്പറേറ്റ് ആയിട്ടും കിടക്കും. അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് 2-3 മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഇട്ട് ഇളക്കണം. അതായത് ഫ്ലെയിമിന് പുറത്ത് വെച്ചിട്ട്. അപ്പോൾ അതിനുശേഷം നന്നായിട്ട് തണുത്തിട്ടുണ്ടാകും. അപ്പം ഞാനിവിടെ എൻ്റെ പഴയൊരു ഐ ക്രീമിൻ്റെ ഒരു ഡബ്ബ ഉണ്ടായിരുന്നു. ആ ഡബ്ബ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ടാണ് ഞാനിത് ഇടാൻ പോകുന്നത്. നമുക്കിത് തണുത്തതിന് ശേഷം ഇതിലോട്ട് ഇട്ട് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വേറെ ഒരു ഇതുപോലത്തെ ഡബ്ബ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റിലും ലുലുവിലൊക്കെ ഇതേപോലത്തെ ഡബ്ബകൾ ഈസിലി അവൈലബിൾ ആണ്. അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതിലോട്ട് ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഫ്രീസറിലല്ല നോർമൽ ഫ്രിഡ്ജിൽ മിനിമം 1 മണിക്കൂർ, ചിലപ്പോൾ ഒരു ഇച്ചിരിയും കൂടെ സമയം കൂടുതൽ വേണ്ടി വരും. പക്ഷെ 1 മണിക്കൂറിന് മുന്നേ എടുക്കരുത്. എടുത്തിട്ടുണ്ടെങ്കിൽ മോൾഭാഗം സെറ്റാകും, പക്ഷെ താഴെ അത്ര സെറ്റാകില്ല. അതുകൊണ്ട് 1 മണിക്കൂറെങ്കിലും നിങ്ങളിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. അതിനുശേഷം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ 1 മണിക്കൂറിന് ശേഷം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ കൈ വെച്ചിട്ട് നമ്മൾ സാധാരണ ലിപ് ബാം ഒക്കെ കിട്ടില്ല, അതേപോലെയാണിത്. ഇങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടിൻറ്റാണ്. ഇത് കണ്ടോ, നല്ലൊരു ഒരു പേർപ്പിളിഷ് റെഡിഷ് ഒരു ടിൻറ്റ് വന്നു. നമ്മുടെ ബീട്രൂട്ടിൻ്റെ കളറാണിത്. അപ്പോൾ ഈ കളറൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാകും. കാരണം അവർക്ക് ഈ റെഡ് കളറാണ് വേണ്ടത്. നേരൊരു ഗ്ലാസ് ഉണ്ട് നമ്മൾ നെയ്യ് ചേർക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയവർക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ. കാരണം ടോട്ടലി നാച്ചുറലാണ്. ചെറിയൊരു കളർ വരും. നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു പക്ക റെഡ് കളർ അത്രയൊന്നും വരില്ലെങ്കിലും ഒരു നേരിയ ഒരു ടിൻറ്റ് വരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.
അപ്പോൾ നിങ്ങൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കുക, അല്ലെങ്കിൽ അത് വീണ്ടും മെൽറ്റായി പോകും. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.